വ്യാപാര ചർച്ചകൾക്ക് തയ്യാറാകാത്ത രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം കുത്തനെ കൂട്ടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 മുതൽ 50% വരെ പകരച്ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ബ്രസീലിനാണ് ഏറ്റവും അധികം തീരുവ 50%. കാനഡയുടെ തീരുവ 25 നിന്ന് 35%. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ എണ്ണ കമ്പനികൾ. അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെയാണ് കരാർ ചർച്ചകൾക്ക് തയ്യാറാകാത്ത രാഷ്ട്രങ്ങൾക്കുമേൽ ഡൊണാൾഡ് ട്രംപ് പകരം തീരുവ കുത്തനെ ഉയർത്തിയത്. വ്യാപാര ചർച്ചകൾ മന്ദഗതിയിലായ ഇന്ത്യക്ക് 25% തീരുവയും ട്രംപിന്റെ പുതിയ സുഹൃത്തായ പാകിസ്ഥാന് 19% തീരുവയുമാണ് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാന്റെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 60% തുണിത്തരങ്ങളായതിനാൽ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും അത് ദോഷം ചെയ്യും. ബ്രസീലിനുമേൽ 50%, സിറിയയ്ക്കുമേൽ 41%, സ്വിറ്റ്സർലൻഡിനുമേൽ 39% തീരുവ ചുമത്തിയിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തൽ തടയുന്നില്ലെന്നാരോപിച്ച് കാനഡയ്ക്കുമേലുള്ള തീരുവ 25% നിന്നും 35% കൂട്ടി. അതേസമയം മെക്സിക്കോയുടെ തീരുവ 30 നിന്ന് 25% കുറച്ച ട്രംപ് ചർച്ചകൾക്ക് 90 ദിവസത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. അമേരിക്കയിലേക്ക് വഴിമാറിയെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 40% തീരുവ പ്രഖ്യാപിച്ചത് ചൈനയ്ക്ക് തിരിച്ചടിയാകും. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ മന്ദഗതിയിലാണ്. അമേരിക്കൻ ക്ഷീര, കാർഷിക ഉൽപ്പന്നങ്ങൾ, ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യയിൽ തീരുവ ഒഴിവാക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ രാജ്യതാൽപര്യം ബലികഴിച്ചുള്ള കരാറിന് വഴങ്ങില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതിനിടെ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള 4 ഇന്ത്യൻ എണ്ണ കമ്പനികൾ നിർത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്ന കമ്പനികൾക്കുമേൽ 100% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ജൂലൈ 14 ഭീഷണി മുഴക്കിയിരുന്നു. ഒക്ടോബർ, നവംബറിനകം അമേരിക്കയുമായി വ്യാപാര കരാറിൽ എത്താനാകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. റിസർച്ച് ഡെസ്ക് 24.